ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാപ്പിലെ ബോട്ട് റൈഡിംഗ് വിശേഷങ്ങളാണ് കണ്ടത്. ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ, ഒരുപക്ഷെ ഏറ്റവും സമാധാനപരമായ ഒരു ബീച്ചിലേക്കാണ് കാപ്പിൽ ബീച്ച്. ഒരു വശത്ത് തിരമാലകൾ ആഞ്ഞടിക്കുന്ന അറബിക്കടലും മറുവശത്ത് ശാന്തമായി ഒഴുകുന്ന ഇടവാക്കാപ്പിലും കായലും, ഈ രണ്ട് കാഴ്ചകൾ ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയുന്ന അപൂർവ ഇടങ്ങളിലൊന്നാണിത്. നമുക്ക് ഈ ബീച്ചിലെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ? എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയിൽ വർക്കലയ്ക്കും അടുത്തായാണ് മനോഹരമായ കാപ്പിൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ഇടവാക്കാപ്പിൽ കായലും സംഗമിക്കുന്ന ഈ തീരപ്രകൃതി ഭംഗിയിൽ അതിസമ്പന്നമാണ്. കൊല്ലത്ത് നിന്ന് വരുന്നവർക്ക് പരവൂർ വഴി ഏകദേശം 22 കിലോമീറ്റർ യാത്ര ചെയ്ത് എളുപ്പത്തിൽ ഇവിടെ എത്താം. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് കല്ലമ്പലം വർക്കല വഴി ഏകദേശം 50 കിലോമീറ്റർ ദൂരമുണ്ട്. കടലിനും കായലിനും ഇടയിലൂടെയുള്ള ഇവിടുത്തെ റോഡും പാലവും ഫോട്ടോഷൂട്ടുകൾക്കും വൈകുന്നേരത്തെ സൂര്യാസ്തമയം ആസ്വദിക്കാൻ ഏറ്റവും മികച്ചതാണ്. തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സമാധാനമായി സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാപ്പിൽ ഒരു പറുദീസ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നത് വൈകുന്നേര സമയമാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായി. കാപ്പിൽ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ആ പാലവും റോഡുമാണ്. വശങ്ങളിൽ തെങ്ങുകൾ നിറഞ്ഞ കായൽ കാണുമ്പോൾ നമുക്ക് ആലപ്പുഴയിലാണോ എന്ന് തോന്നിപ്പോകും. എന്നാൽ തൊട്ടപ്പുറത്ത് കടലിൻ്റെ ഗർജനം കേൾക്കാം. വർക്കലയിൽ നിന്ന് വെറും 7-8 കിലോമീറ്റർ ദൂരമേ ഇവിടേക്കുള്ളൂ. തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അല്പനേരം സമാധാനമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാപ്പിലൊരു സ്വർഗം തന്നെയാണ് കേട്ടോ. ഈ പാറക്കൂട്ടങ്ങളിൽ ഇരുന്ന് കടൽ കാണുന്നത് വല്ലാത്തൊരു ഫീലാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് നല്ല ഫ്രെയിമുകൾ ഇവിടെ കിട്ടും. വൈകുന്നേരം ആകുമ്പോൾ ഇവിടുത്തെ വെളിച്ചവും ആ കാറ്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയാണ്. നിങ്ങളൊരു സേവ് ദ ഡേറ്റ് ഷൂട്ടിനും പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിനും തയ്യാറെടുക്കുകയാണോ എങ്കിൽ കാപ്പിലിനെ ലിസ്റ്റിൽ ഒന്നാമത് തന്നെ വെച്ചോളൂ. സാധാരണ ഒരു ബീച്ച് ഫോട്ടോഷൂട്ട് എന്നതിലുപരി ഇവിടെ കായലിൻ്റെയും കടലിൻ്റെയും ഭംഗി ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഇവിടുത്തെ റോഡ്, ഡ്രോൺ ഉണ്ടെങ്കിൽ കിട്ടുന്ന ആ ഒരു സിനിമാറ്റിക് വിഷ്വൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. പിന്നെ വൈകുന്നേരത്തെ ആ ഗോൾഡൻ അവർ, സൂര്യാസ്തമയം സമയത്ത് എടുക്കുന്ന ഫോട്ടോകൾക്ക് ഒരു പ്രത്യേക മാജിക്ക് തന്നെ ഉണ്ടാകും. കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് മാത്രമല്ല, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് കാപ്പിലൊരു സ്വർഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയൊരു പ്ലേസും കൂടിയാണ്. രാവിലെ നേരത്തെ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷമോ പോകുന്നതാണ് വെളിച്ചം നന്നായി കിട്ടാൻ നല്ലത്. കായലിൻ്റെ കടലിൻ്റെയും പശ്ചാത്തലമായതുകൊണ്ട് ലൈറ്റ് കളർ വസ്ത്രങ്ങൾ കൂടുതൽ ഭംഗി നൽകും. നമ്മളിപ്പോൾ കടൽത്തീരത്തേക്ക് നടക്കുകയാണ്. ഈ പോകുന്ന വഴിയിലൂടെ നീളം ഒരുപാട് ചെറിയ കടകൾ കാണാം. ഓരോ കടകളിലും ഓരോരോ കൗതുകങ്ങളാണ്. കടൽ കാറ്റേറ്റ് ഈ കടകളിലെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനൊരു പ്രത്യേക സുഖമാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഈ കടകളിലെ വെളിച്ചവും തിരക്കും കാണുമ്പോൾ ബീച്ചിൽ ആ ഒരു വൈബ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്നാക്സ് കഴിക്കാനോ ഒക്കെ പറ്റിയ ഇടങ്ങളിലാണ് ഈ വഴിയോര കാഴ്ചകൾ. ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിൽ വൈകുന്നേരം ഇവിടെ ഇരുന്ന് പാട്ട് പാടാനും വർത്തമാനം പറഞ്ഞിരിക്കാനും നല്ലൊരു അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് വലിയ ചിലവില്ലാതെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്യുന്നവർക്ക് കാപ്പിൽ ബീച്ച് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇവിടെ അടുത്തുള്ള കായലിലെ ഫാമിലി ആയിട്ട് ബോട്ട് റൈഡിന് പോകാം എന്ന് മറ്റൊരു പ്ലസ് പോയിൻ്റാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പമോ ഫാമിലിക്കൊപ്പമോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ കാപ്പിൽ ധൈര്യമായി തിരഞ്ഞെടുക്കാം. റോഡരികിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത പാർക്കിങ്ങും കിട്ടും. കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ സ്ഥലം ഭയങ്കരമായി ഇഷ്ടപ്പെടും. ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം 5:30 ആകുന്നു. കാപ്പിലിൻ്റെ യഥാർത്ഥ ഭംഗിത ഇതുപോലെ വൈകുന്നേരങ്ങളിലാണ്. കാപ്പിലിലെ സൂര്യാസ്തമയം കാണാതെ ഇവിടുന്ന് പോകരുത്. ആകാശം ചുവന്നു തുടുത്ത കടലിലേക്ക് സൂര്യൻ മറയുന്ന കാഴ്ച ശരിക്കും ഒരു പെയിൻറ്റിംഗ് പോലെയാണ്. ഇതിനടുത്തായി തന്നെ കാപ്പിൽ കായലിൽ നമുക്ക് ബോട്ടിങ്ങിനും പോകാം. അതല്ലെങ്കിൽ ചെറിയ ഷോപ്പുകളിൽ നിന്ന് നാടൻ ലഘുഭക്ഷണങ്ങൾ കഴിക്കാം. ലോക്കൽ ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല വിദേശികൾക്കും പ്രിയപ്പെട്ട ഇടമായി കാപ്പിൽ മാറിക്കഴിയും. സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചം വെള്ളത്തിൽ തട്ടി നിൽക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണല്ലേ. ഒരു വശത്ത് കായലിലെ ശാന്തതയും മറുവശത്ത് കടലിലെ തിരമാലകളുടെ ശബ്ദവും. ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുന്നത് വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. നിങ്ങൾ കാപ്പിൽ ബീച്ച് വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഈ ഒരു സൂര്യാസ്തമയം കാണാൻ വേണ്ടി മാത്രം കുറച്ച് സമയം മാറ്റി വയ്ക്കണം. പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സമാധാനമാണ് ഈ കാഴ്ച നൽകുന്നത്. ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് കുട്ടികളുമായി വരാൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണിത്. അവർക്ക് ഓടിക്കളിക്കാനും ആസ്വദിക്കാനും ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് ഈ അവധിക്കാലം ആഘോഷിക്കാൻ നിങ്ങൾ തീർച്ചയായും കാപ്പിൽ ബീച്ചിലേക്ക് വരണം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ദൂരെയുള്ള ആ കാഴ്ച കണ്ടോ? അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കാപ്പിൽ ഇൻ്റർനാഷണൽ ബോട്ട് ക്ലബ്ബ്. രാത്രിയാകുമ്പോൾ ഇവിടെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയാണ് കാണാൻ. ആ ബോട്ട് റൈഡിൻ്റെ വിശേഷങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ കാപ്പിലിൻ്റെ ഈ കടലും കായലും ചേർന്ന സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തിരക്കുകളിൽ നിന്ന് മാറി കുറച്ച് സമയം സമാധാനമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ട്രാവൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.